നമസ്കാരം. സഭയിലിരുന്ന് ഉറക്കം തൂങ്ങുന്ന MLA KT ജലീലിന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത്. മന്ത്രി സജി ചെറിയാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ തുടങ്ങിയ ഉറക്കം 45 മിനിറ്റോളം നീണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഇടയിൽ ചിലരോട് കളിതമാശകൾ പറയുന്നതും സംസാരിക്കുന്നതും വീഡിയോയിൽ കാണുന്നുണ്ട് എങ്കിലും പിന്നീടും അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. ഇടയ്ക്ക് മന്ത്രി സജി ചെറിയാൻ പിണറായി ഭരണത്തെ പുകഴ്ത്തി പറയുമ്പോൾ ഭരണപക്ഷത്തിൽ നിന്നും കയ്യടികൾ ഉയരുമ്പോൾ മാത്രം കണ്ണു തുറക്കുന്ന ജലീൽ വീണ്ടും സുഖനിദ്രയിലേക്ക് മാറുകയായിരുന്നു. എന്തായാലും വൈറലായ ജലീലിന്റെ ഉറക്ക വീഡിയോ ഒന്ന് കാണാം. ആ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നയനാരായി. 2001 ഇതിൽ നിർമ്മാണം ആരംഭിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ A K ആന്റണിയായിരുന്നു. 3/6/2020 ഇത് കമ്മീഷൻ ചെയ്തത്. അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മണൽത്തിട്ടകൾ പൊഴിമുഖത്ത് രൂപം കൊള്ളുന്നതാണ്. രണ്ടാമത്തെ കാര്യം രൂക്ഷമായ തിരമാലകൾ ആ പ്രദേശത്തുണ്ടാകുന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അപകട മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നത് മൂലം അപകടം സംഭവിക്കും. ഇതിന്റെ ഭാഗമായി പൊഴിയുമായി ബന്ധപ്പെട്ട് 29 മരണങ്ങളുണ്ടായി. അതിൽ കൂടുതൽ മരണങ്ങൾ കടലിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ പൊഴിയുമായി ബന്ധപ്പെട്ട് 29 മരണങ്ങൾ കേസിന്റെ രജിസ്ട്രേഷൻ എല്ലാം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന എല്ലാ വികാരത്തോടും ഞാൻ യോജിക്കുക. മരണങ്ങൾ വളരെ ഖേദകരവും ദുഃഖകരവും അങ്ങേയറ്റം പ്രയാസകരവുമായി മാറിയിരിക്കുക. ഈ മരണപ്പെട്ട കുടുംബങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവരെ ഗവൺമെന്റ് സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. എങ്കിലും അടിക്കടി ഉണ്ടാകുന്ന മരണങ്ങൾ നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു, അസ്വസ്ഥരാക്കുന്നു. പല കുടുംബങ്ങളും അനാഥത്വം പേറുകയാണ്. ഈ കാര്യത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷവും കേന്ദ്ര ഗവൺമെന്റും ഒരുമിച്ച് നീങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിരുന്ന റുപാലയുമായി ഞാൻ നേരിട്ട് പോയി സംസാരിച്ചു. എന്റെ വകുപ്പിന്റെ സെക്രട്ടറി നേരിട്ട് പോയി സംസാരിച്ചു. നല്ല ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹവും നല്ല ഒരു പിന്തുണ ഈ കാര്യത്തിൽ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രശ്നമല്ല. ഇത് പൊതുവായി കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തുടങ്ങിയത് ആന്റണി അദ്ദേഹത്തിന്റെ കാലത്താണ്. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയന്റെ കാലത്താണ്. പഠനം ആരംഭിച്ചത് നായനാരുടെ കാലത്താണ്. അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്നത് കൊണ്ട് നമ്മൾ ആരുടെയും തലയിൽ വെച്ച് കെട്ടി ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഈ കാര്യത്തിൽ നമ്മൾ ചർച്ച നടത്തുന്നതാണ് എന്റെ അഭിപ്രായം. ഇതിന്റെ ഭാഗമായി അവിടെ ഇപ്പോൾ 200ഓളം താങ്ങുവള്ളങ്ങളും 625ഓളം പരമ്പരാഗത വള്ളങ്ങളും ഇപ്പോൾ അവിടെ മത്സ്യത്തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. 2021 വർഷം ഉണ്ടായ ടൌട്ടെ ചുഴലിക്കാറ്റ്, 22 വർഷകാലത്ത് മൺസൂൺ, അതിന്റെ ഭാഗമായി മുതലപ്പുഴി ഫിഷിംഗ് ഹാർബർ തെക്കേ പുലിമുട്ടിന്റെ ഹെഡ് താഴ്ന്നു. ടെട്രാപോഡുകൾ സ്ഥാനഭ്രമം സംഭവിച്ച് പ്രധാന കവാടത്തിലും ചാനലിലും ചിതറി വീണു. ഇതിനോടൊപ്പം തന്നെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിനുള്ള കല്ലുകൾ ബാർജ് വഴി കടൽമാർഗം കൊണ്ടുപോകുന്നതിന് 10/4/2018 അദാനി പോർട്സുമായി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു. ഇതിന്റെ ഭാഗമായി തെക്കേ പുലിമുട്ട് പൊളിച്ച് ലോഡ് ഔട്ട് ഫെസിലിറ്റി നിർമ്മിക്കാൻ അനുമതി നൽകി. ധാരണാപത്ര പ്രകാരം ഫിഷിംഗ് ഹാർബറിന്റെ മൗത്തിലും ചാനലിലും 5 മീറ്ററും ഹാർബർ ബേസിനിൽ 3 മീറ്ററും ആഴം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. 2 ബ്രേക്ക് വാട്ടറിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ഇത് പരിഹരിക്കണം. 3 ഗൈഡ് ലൈറ്റ് ബോയെ എന്നിവ സ്ഥാപിക്കണം. ഈ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് കരാർ ധാരണാപത്രം ഉണ്ടായി. ഇത് പ്രകാരം ചാനൽ അദാനി പോർട്സ് ഡ്രഡ്ജിംഗ് നടത്തി കുറെ മുന്നോട്ട് പോയി. രണ്ടാമത്തെ പറഞ്ഞ കാര്യത്തിൽ ചിതറിക്കിടന്ന കല്ലുകളും ടെട്രാപോഡുകളും നമ്മുടെ നിർദ്ദേശപ്രകാരം 80% അവർ നീക്കം ചെയ്തു. തുടർന്ന് ആഴം നിലനിർത്താൻ വേണ്ടിയുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. നിരവധി മീറ്റിംഗുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടി. ഞാൻ മന്ത്രിയായതിനു ശേഷം
ബഹുമാനപ്പെട്ട MLA വി ശശി, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം എല്ലാ പാർട്ടിയും പറഞ്ഞതിനനുസരിച്ച് 20/7/2021 തന്നെ ഞാൻ സ്ഥലം സന്ദർശിച്ച് മീറ്റിംഗ് നടത്തി. 12/10/2022, 5/7/2023, 31/7/2023, 14/9/2023, 3/1/2024, 2/5/2024, 5/6/2024. സാർ, എന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി 20/1/2024, 2/2/2024, 1/4/2024. ഏറ്റവും അവസാനം അദാനി പോർട്സുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാർക്കശ്യമായി ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ബഹുമാനപ്പെട്ട തുറമുഖ മന്ത്രി ശ്രീ VN വാസവന് ഞാനും കൂടി പങ്കെടുത്ത് 2 മീറ്റിംഗ് കൂടി. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട MLA മന്ത്രി കഴിഞ്ഞ ആഴ്ചയും മീറ്റിംഗ് കൂടി. ഇതിന്റെ ഭാഗമായി ഒരു മനുഷ്യ സഹജമായി ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടെ ഈ സഭയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാനിവിടെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സാറേ, ഈ ആഴം നിലനിർത്താൻ വേണ്ടിയുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായി ഏറ്റവും അവസാനം ഞങ്ങൾ കൂടി തീരുമാനിച്ചപ്പോൾ അദാനി പോർട്സിന് അവിടെ ഡ്രഡ്ജിങ്ങിനുള്ള മെഷീൻ കൊണ്ടുവരാൻ കഴിയില്ല, ഭയങ്കരമായ ഈ തിരമാലയുടെ പ്രശ്നം. അതിന്റെ ഭാഗമായി 3 ലോങ് ബൂം എക്സ്കവേറ്ററും 2 ഷോർട്ട് ബൂം എക്സ്കവേറ്ററും ഉപയോഗിച്ച് മണൽ ഇപ്പോൾ നിലവിൽ നീക്കം ചെയ്തു വരുന്നുണ്ട്. സാർ, മേൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് കുറച്ച് സാവകാശം വേണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ 11/6/2024 വരെ കാലാവധി നീട്ടി കൊടുത്തു. ഇപ്പോഴും ഇനിയും കാലാവധി നീട്ടുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശം വന്നിട്ടുണ്ട്. പക്ഷേ അത് കാലാവധി നീട്ടണോ അതോ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ആ കരാറിൽ നിന്ന് ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്, ധാരണാപത്രത്തിൽ മാറി നേരിട്ട് നമ്മൾ ആഴം കൂട്ടൽ പ്രക്രിയ ആരംഭിക്കണോ എന്നതിനെ പറ്റി നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇതിന്റെ മറ്റൊരു ഭാഗം തുറമുഖം അപകടരഹിതമാക്കാൻ വേണ്ടി 22/8/2028 തീയതിയിൽ നമ്പർ 660/2022 പ്രകാരം പൂനെ CWPRSനെ ചുമതലപ്പെടുത്തി. ഞാനിവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ നടത്തിയ യോഗങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ഞാനിവിടെ വിശദീകരിച്ചു. ഇതിന്റെ ഭാഗമായി CWPRS ഉദ്യോഗസ്ഥന്മാർ അവിടെ വരികയും നിരവധി ദിവസം അവിടെ താമസിച്ച് സ്ഥലം സന്ദർശിക്കുകയും കടലിൽ പഠനം നടത്താൻ കഴിയാത്ത കാലാവസ്ഥാ പ്രശ്നം കൊണ്ട് കുറെ ദിവസങ്ങൾ, മാസങ്ങൾ നീണ്ടുപോവുകയും അതിന്റെ പക്ഷേ മാതൃകാപഠനം നടത്തി ബന്ധപ്പെട്ടവരുമായി എല്ലാം ചർച്ച നടത്തി. സർ, 2024 ഫെബ്രുവരി മാസം റിപ്പോർട്ട് നമുക്ക് സമർപ്പിച്ചു. സർ, യുദ്ധകാലാടിസ്ഥാനത്തിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 164 കോടി രൂപയുടെ പദ്ധതി നമ്മൾ തയ്യാറാക്കി. 16/2/2024 കേന്ദ്ര സർക്കാരിന് പദ്ധതി സമർപ്പിച്ചു. സാർ, സംസ്ഥാന ഗവൺമെന്റ് 40%, കേന്ദ്ര ഗവൺമെന്റ് 60%. സാർ, നമുക്ക് സാമ്പത്തികമായ പ്രതിസന്ധി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഈ ഒരു ഘട്ടത്തിലും ഇതൊരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്ട് എന്ന നിലയിൽ 65.6 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് സാങ്ഷൻ ചെയ്തുകൊണ്ട് 60% തുകയ്ക്ക് വേണ്ടി കേന്ദ്രത്തിന് മുമ്പിൽ നമ്മൾ പ്രപ്പോസൽ സമർപ്പിച്ചു എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റ്, ഞാനിപ്പോൾ അവസാനിപ്പിക്കും, ഒരു പുതിയ നിർദ്ദേശം വെച്ചു. 3/6/2024 ചേർന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഫോർ ഫിഷറീസ് അവരുടെ യോഗത്തിൽ സർ ഇത് സ്മാർട്ട് ആൻഡ് ഗ്രീൻ ഹാർബർ ആക്കണമെന്ന പുതിയ നിർദ്ദേശം. അതിന്റെ പഠനം വീണ്ടും ഒരു പഠനം കഴിഞ്ഞാൽ അടുത്ത പഠനം, അടുത്ത പഠനം കഴിഞ്ഞാൽ അടുത്ത പഠനം, പഠിച്ച് സത്യം പറഞ്ഞാൽ മാനസികമായി നമ്മൾ തന്നെ പ്രയാസപ്പെടുക. അപ്പോൾ വീണ്ടും പഠിച്ചു. സാർ, ഇതിന്റെ ഭാഗമായി മുഴുവൻ റിപ്പോർട്ടും അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സമർപ്പിച്ചു. സാർ, ഇത് സമർപ്പിച്ചപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. 425 മീറ്റർ പുലിമുട്ട് അവസാനിക്കുന്നത് 10 മീറ്റർ ഡെപ്തിലാണ്. 10 മീറ്റർ ആഴത്തിൽ നിർമ്മിക്കുന്ന പുലിമുട്ടിന്റെ വേവ് ഫ്രെയിം സ്റ്റഡി റിസൾട്ട് CICF ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെട്ടു. സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് സാർ ഈ ഫ്രെയിം സ്റ്റഡി നടത്തുന്നത്. ഈ പഠനം നടത്തുന്നത് നമുക്ക് പറ്റില്ല. പൂനെ CWPRSനെ വീണ്ടും ഏൽപ്പിച്ചു. സാർ, ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരിപ്പോൾ പോവുകയാണ്. ഞാൻ ഇന്നലെയുമായിട്ട് കർശനമായി പറഞ്ഞു ഒരു 20-25 ദിവസം കൊണ്ട് പോകണം. ഇന്നിപ്പോൾ എന്റെ സെക്രട്ടറിയെ കൊണ്ട് ഡയറക്ടറെ കൊണ്ട് വിളിപ്പിച്ചു. അവിടുത്തെ ഡയറക്ടറെ വിളിച്ചു. ഏറ്റവും വേഗം ഈ സ്റ്റഡി റിപ്പോർട്ടിലൂടെ തരുമെന്നാണ് പറഞ്ഞത്. സാർ, ഈ റിപ്പോർട്ട് രണ്ടാമത്തെ ഇപ്പോൾ അവസാനം ചോദിച്ച ഈ റിപ്പോർട്ട് കൂടി കിട്ടിയാൽ സാർ നമുക്ക് 1 മാസത്തിനുള്ളിൽ ഇതിന്റെ പൂർണ്ണതയിൽ എത്തിച്ച് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കാം. പക്ഷെ സമർപ്പിച്ചപ്പോൾ തത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു എന്ന സന്തോഷകരമായ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയിപ്പോൾ കേന്ദ്രത്തിന്റെ അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് വേഗത്തിൽ നടപടികൾ സ്വീകരിച്ച് ടെൻഡർ ചെയ്ത്
നമ്മൾ ഈ കാര്യത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. 2 മാസത്തിനുള്ളിൽ അനുവാദം ലഭിക്കും. 1 മാസത്തിനുള്ളിൽ നമ്മുടെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യും. CWPRC പൂനെയുടെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യും. 2 മാസത്തിനും ടെൻഡർ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും കൂടി ഈ കാര്യത്തിൽ സഹകരിക്കണം. പരസ്പരം വഴിയേറിയോണ്ട് ഈ പ്രശ്നം തീരില്ല. 1.5 വർഷത്തിനകം മുതലപ്പൊഴിയിലെ ഇഷ്യൂ ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതിനോടൊപ്പം സഹകരിക്കണം. അതുകൊണ്ട് എല്ലാവരുടെയും പൊതുപ്രശ്നമായതുകൊണ്ട് സഭ നിർത്തിവെച്ച് ഇപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർക്കറിയാം. അവർ അറിയാവുന്നതുകൊണ്ടാണ് ഈ കാര്യം ചോദിച്ചത്. അതുകൊണ്ട് സഹകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തോട് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. പിന്നെ സർജറി പഠിച്ച രൂപത്തിലുള്ള സർജറി ഭംഗിയായിട്ടാണ് ചെയ്തത്. കാരണം 5-ാം മാസം ഗവൺമെന്റ് വരുന്നു, 7-ാം മാസം ഒരു മന്ത്രിയുടെ പോയി യോഗം വിളിച്ചു കൂട്ടി, പ്രശ്നം പഠിച്ച കാര്യം ഞാൻ നിയമസഭ പറഞ്ഞു. മണലടിയുന്നതാണ് കാരണം, ഒഴുക്ക് വീതി കുറവാണ് കാരണം, മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ അപകടത്തിൽ പെട്ടുപോകുന്ന കാരണങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചു. പിന്നെന്താ മാർഗം? അപ്പുറത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ മാർഗം ഞാൻ പറയുന്നതിനപ്പുറത്ത് വേറെ മാർഗം കൊണ്ട് പറഞ്ഞതെന്ന് നമുക്ക് ചെയ്യാം. അത് പഠിക്കുക. അപ്പം തന്നെ CWPRC ചുമതലപ്പെടുത്തി. താമസിച്ചപ്പോൾ ഇവിടുന്ന് ആൾ പോയി. അവിടുന്ന് അവരോട് കൊണ്ടുവന്നപ്പോൾ കടലിൽ ഇറങ്ങാൻ പറ്റില്ല, കാലാവസ്ഥ വ്യതിയാനം. കടൽ ശാന്തമാകണമെന്ന് മോശയുടെ വടിയെടുത്ത് അടിക്കാൻ എൻ്റെ ഇല്ലല്ലോ. ഉള്ളത് വെച്ച് ചെയ്യാനല്ലേ പറ്റൂ. ഉണ്ടായിരുന്നു നമുക്ക് ആ വടിയെടുത്ത് അടിച്ചിട്ട് അങ്ങ് ശാന്തമാക്കി കൊടുക്കുക. 6 മാസം പണ്ട് നടന്നിട്ട് ചുറ്റും അല്ല പറയട്ടെ. കടൽ ശാന്തമായത് പിന്നെ 6 മാസം കഴിഞ്ഞാണ്. കാലാവസ്ഥ പ്രശ്നം ഇതിനിടയ്ക്ക് നമുക്കെല്ലാവരും ഒരുപാട് ദുരന്തങ്ങളുടെ കാലമാണല്ലോ, ഒരുപാട് പ്രയാസങ്ങൾ. ഈ സന്ദർഭത്തിൽ അവർ വന്ന് അവരെ കൊണ്ട് നിർബന്ധമായും അത് പഠിച്ച് പൂനെയിൽ പോയി നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഒരു പ്രത്യേകമായ സംവിധാനം പൂനെയിൽ തന്നെ അവർ ഒരുക്കി അത് പഠിച്ച് റിപ്പോർട്ടാക്കി നമ്മുടെ ദേശം വന്നു. സാർ ഞാൻ പറയുന്നത് വളരെ വേഗം 10, 20, 25 ദിവസത്തിനുള്ളിൽ ആ ഡേറ്റ ഞാനോട് വിശദീകരിച്ചു. നമ്മൾ ഗവൺമെന്റ് സമർപ്പിച്ചു. അപ്പോൾ വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് ഇതൊരു ഹരിത ഹാർബർ ആക്കണമെന്ന് പറഞ്ഞുള്ള നിർദ്ദേശം വന്നു. ആ നിർദ്ദേശം നമ്മൾ തയ്യാറാക്കി ഇപ്പോൾ സബ്മിറ്റ് ചെയ്തു. അതിനൊരു 10, 15 ദിവസം എടുത്തുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു പഠനം കൂടെ പറഞ്ഞു. അപ്പോൾ CWPRC വീണ്ടും ഏൽപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റ് കൂടി സഹകരിക്കുക ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവർ പറയുന്ന കാര്യം കൂടെ പരിഹരിച്ച് ഒരു 30 ദിവസത്തിനകം ഇതിപ്പോൾ കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ആശങ്ക വേണ്ട. 2021 5-ാം മാസം ഗവൺമെന്റ് 7-ാം മാസം മുതൽ നമ്മൾ തുടങ്ങിയ ഈ പ്രവർത്തനം ഒരു 15 വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യം ഈ സമയത്തുള്ളിൽ നമ്മൾ ചെയ്തു എന്നുള്ള വസ്തുത ദയവായിട്ടൊന്ന് അംഗീകരിക്കാതെ. എന്തെല്ലാം വിമർശനം ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ വിമർശനത്തെ കേൾക്കുന്നതിന് ഒരു ഭയമുള്ള ആളല്ല. പക്ഷേ നമ്മൾ ചെയ്യാഞ്ഞിട്ടല്ല, നമ്മളതിൻ്റെ കൂടെ നിൽക്കുകയാണ്. പിന്നെ ബഹുമാനപ്പെട്ട വിൻസെന്റ് പറഞ്ഞല്ലോ, യോഗങ്ങൾ നടന്നതാണ് കുഴപ്പമായി. ഈ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെടുന്ന ആരെങ്കിലും ഈ മുതലപ്പൊഴിയിൽ ബഹുമാനപ്പെട്ട MLA ഉണ്ടല്ലോ, ഈ പറയുന്ന മുതലപ്പൊഴി ഉൾപ്പെടെയുള്ള സ്ഥലത്ത്, വിഴിഞ്ഞം മുതൽ മുതലപ്പൊഴി വരെയുള്ള സ്ഥലത്ത് എവിടെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളി പറയട്ടെ ഈ ഗവൺമെന്റ് ഇന്ന കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന് പറയട്ടെ. അങ്ങ് പറഞ്ഞല്ലോ തീരദേശമായിട്ട് ഇതൊന്നും സംഭവിച്ചില്ല. തീരദേശത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരു പ്രക്ഷോഭം പോലും നടത്താതെ അവരെ ചേർത്ത് പിടിച്ച ഒരു ഗവൺമെന്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന അഭിമാനത്തോടെ ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് സമയമില്ല അത് വിശദീകരിക്കാൻ. ബഹുമാനപ്പെട്ട സ്പീക്കർ അനുവദിച്ചതിനോടൊന്നും വിശദീകരിക്കായിരുന്നു. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അനുവാദം കിട്ടിയാൽ പണി തുടങ്ങുക. പിന്നെ അങ്ങ് ഇവിടെ പറഞ്ഞു എന്താ സംഭവം, ഇത് അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. സർ, ഇത് അടച്ചുപൂട്ടാനല്ല തീരുമാനിച്ചത്. ഈ കാലാവസ്ഥാ വ്യതിയാനം വരുന്ന ഈ മൺസൂൺ സമയം 2 മാസം, ഈ 2 മാസം അത് അടച്ചിടണമെന്ന് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പോയി കണ്ട് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഈ വർഷം വരെ പറഞ്ഞേ. ആദ്യ വർഷം പറഞ്ഞു. ഞാൻ അവരുടെ യോഗം വിളിച്ചു കൂട്ടി. ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, സഭാപ്രതിനിധികൾ എല്ലാവരും വിളിച്ചു കൂട്ടി. ഒരു കാരണവശാലും പറ്റില്ല. പറ്റാത്തിടത്ത് പിന്നെ അടച്ചിടാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷം തീരുമാനം പറഞ്ഞപ്പോൾ പറ്റില്ല. ഈ വർഷം നമ്മൾ തീരുമാനമെടുത്ത് അടച്ചിടണം 2 മാസം. അപകടങ്ങൾ ഉണ്ടാകുന്നു. ബഹുമാനപ്പെട്ട അംഗം വിൻസെന്റ് പറഞ്ഞത് ശരിയാണ്. 73 ആൾ മരിച്ചിട്ടുണ്ട്. പൊടിയിൽ 29 പേര് മരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പോൾ അപകടം ഉണ്ടാകുന്നതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ പരിഹാരം മൺസൂൺ സീസണിൽ ഒന്ന് അടച്ചിടുക. അപ്പോൾ ഒരു നിർദ്ദേശം വന്നു, കാലാവസ്ഥാ വ്യതിയാനം പരിശോധിച്ച് പഠിച്ച് ഈ കാര്യങ്ങൾ പ്രാക്ടിക്കലായി അറിയാവുന്നവരുടെ ഒരു ടീമിനെ വെക്കണം. ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നത് എന്താ? അത് അംഗീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ്, ചെയർമാൻ, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, കൺവീനർ, പഞ്ചായത്ത് മെമ്പർ, ജെറാൾഡ് CI2, ബിജു ജോസഫ് AITUC, സജീവ് പെരുമാതുറ STU,
ഔസേഫ് ആന്റണി കോൺഗ്രസ്, വല്ലരിയാൻ ഐസക് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ, ഫാദർ ന്യൂസിയാൻ, ഫാദർ ജോൺ ബോസ്കോ, ഫാദർ മനോജ്, പെരുമാതുറ ജമാഅത്ത് പ്രതിനിധി, താഴമ്പള്ളി ലാസർ, സുലൈമാൻ. നിങ്ങൾ പറഞ്ഞല്ലോ പ്രാക്ടിക്കൽ നോളജിനോട് സംസാരിച്ചത്. പ്രാക്ടിക്കൽ നോളജുള്ള 15 പേരുടെ കമ്മിറ്റി അവിടെ പരിശോധിച്ച് ഏത് ദിവസമാണ് കാലാവസ്ഥ പ്രശ്നം ഉണ്ടാകുന്ന, വ്യതിയാനം ഉണ്ടാകുന്ന ആ ദിവസം ആ സമയത്ത് ഇറങ്ങരുത്. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടായത്. അവിടെ ഒരു കമ്മിറ്റി എല്ലാ ദിവസവും 24 hours പ്രവർത്തിക്കുന്നുണ്ട്. സാർ, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒന്ന് ചെയ്തെന്ന് പറയാമോ? നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറ. സാർ, 24 മണിക്കൂറും പ്രവർത്തിക്കാൻ 3 യാനങ്ങൾ തയ്യാറാക്കി സജ്ജമായിട്ടുണ്ട്. 3 ഷിഫ്റ്റ് ചുമ്മാര് വിൻസന്റെ 3 ഷിഫ്റ്റുകളിലായി പരിശീലനം നേടിയ 30 സീ റെസ്ക്യൂ ഗാർഡുകൾ അവിടെ ഹാർബറിൽ 24 hours പ്രവർത്തിക്കുന്നുണ്ട്. സാർ, അത് മാത്രമല്ല, ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ റോഡ് വേണമെന്ന് പറഞ്ഞു. റോഡ് മണിക്കൂറുകൾ കൊണ്ട് പുതിയ റോഡ് ഉണ്ടാക്കി കൊടുത്തു. എല്ലാ സംവിധാനവും ചെയ്തു. ഞാൻ അതിന്റെ എല്ലാം വിശദാംശങ്ങളിൽ പോകുന്നില്ല. എല്ലാവിധമായ റെമഡിയും ഗവൺമെന്റിന്റെ ഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ മരണങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, അതിനകത്ത് വീണ കല്ല്, ടെട്രാപോഡുകളും കല്ലുകളും മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഗവൺമെന്റ് നടത്തിക്കൊണ്ടാണ് അദാനി 80% മാറ്റിയത്. അദാനിയുമായി ധാരണാപത്രം ഉണ്ടാക്കിയത് ഞാനല്ലല്ലോ. അദാനിയുമായി തുറമുഖത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ധാരണാപത്രം വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ അതിന്റെ പുളിമുട്ടിന്റെ ഒരു ഭാഗം പൊളിച്ചത്. ആ പൊളിച്ചതിന് ശേഷം അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി തീരുമാനമെടുത്താൽ ആ പുനഃസ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്തം അദാനി ഗ്രൂപ്പ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യിക്കാനുള്ള കരുത്ത് തന്റെ ഈ ഗവൺമെന്റ് ഉണ്ടെന്ന് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അദാനിയുടെ ഒന്നും ചെലവിൽ കഴിയുന്നില്ല ഞങ്ങളാരും. അത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ പറയട്ടെ, മത്സ്യത്തൊഴിലാളി സംഘടനകൾ നിർദ്ദേശിച്ച പ്രകാരമാണ് ഇതെല്ലാം തന്നെ നമ്മളിപ്പോൾ നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ ധനസഹായം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ശരിയാണ്. നമുക്കിപ്പോ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം ഇൻഷുറൻസ് പദ്ധതി പ്രകാരം 10 ലക്ഷം രൂപ ധനസഹായം ഇപ്പോൾ നൽകി വരുന്നുണ്ട്. ചില ആളുകൾ മത്സ്യഫെഡിന്റെ ഇൻഷുറൻസ് സ്കീമിൽ അംഗങ്ങളായിട്ടില്ല. അപ്പോൾ അവർക്ക് ആ പണം കിട്ടത്തില്ല. സാർ, 25/5/2016 മുതൽ മുതലപ്പുഴ അപകടത്തിൽപ്പെട്ട് 13 മത്സ്യ